നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ക്യാൻസർ എന്ന മഹാരോഗത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതിനും വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പാർലം പഞ്ചായത്തിൽ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി ശരിയല്ലെന്നും കോഴ വാങ്ങി അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃപ്രയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തിഭവൻ ഏർലി മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവ നേരത്തെ കണ്ടെത്തുന്നതിനും തക്ക സമയത്ത് ചികിത്സ ഉറപ്പാക്കുന്നതിനുമായാണ് ശാന്തിഭവൻ ഹെൽത്ത് കാരവാൻ സൗജന്യ വൈദ്യപരിശോധനാ സംവിധാനം രൂപീകരിച്ചത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വവും അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് താന്യം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ക്യാൻസർ എന്ന മഹാരോഗത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതിനും വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പാറളം പഞ്ചായത്തിൽ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് ക്യാൻ തൃശൂർ എന്ന് പറയുന്ന പരിപാടിക്ക് ജില്ലാതല പരിപാടിയാണ്. അതിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതം വെക്കുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം വെക്കുന്നുണ്ട്, ത്രിതല പഞ്ചായത്തുകളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതി വിഹിതം വെക്കുന്നുണ്ട്. അതിൻ്റെ സുശക്തമായിട്ടുള്ള നടത്തിപ്പിനായിട്ടാണ് ആരോഗ്യവകുപ്പ് നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കൂടുതൽ പണമാണ് അതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകൾക്കും നിർദ്ദേശമുണ്ട് DPCയുടെ കൂടുതൽ പണം ഈ മേഖലയ്ക്ക് വകയിരുത്തണം എന്ന് പറഞ്ഞ് വകയിരുത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ. കാരണം നമ്മുടെ മേഖലയിലുള്ള എല്ലാ മനുഷ്യരെയും പരിശോധിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇതിലൂടെ കൈവരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സമാന്തരമായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ചികിത്സാ ചെലവും ആ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പം അത് ഒരു രോഗം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ടെത്തുക, അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതായി മാറും. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ അവസ്ഥ മാറ്റം വരുന്നത് നമുക്ക് അവസാന ഘട്ടത്തിലാണ് ഈ ക്യാൻസർ എന്നൊരു അസുഖത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് തുടക്കത്തിലെ തന്നെ കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ നൽകി നമ്മുടെ ജീവിതം മുന്നോട്ട് കൂടുതൽ വർഷത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരം നമ്മുടെ ഈ ക്യാൻ തൃശൂർ എന്നൊരു പദ്ധതി വന്നതോടുകൂടി നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ നമുക്ക് ഇങ്ങനെ സംശയം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ സംവിധാനം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ നമുക്ക് നടത്താൻ സാധിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് മുഖ്യ അതിഥിയായി. ക്യാൻ തൃശൂർ ജില്ലാ നോഡൽ ഓഫീസർ PK രാജ് രോഗത്തെയും ചികിത്സയെയും കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബാക്കി എല്ലാ ആളുകളും ഒന്നിലെ ക്യാൻസറിന്റെ തൊട്ട് മുമ്പുള്ള പ്രീ ക്യാൻസർ എന്നുള്ള സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ചുരുക്കം പറഞ്ഞാൽ 60 കുടുംബങ്ങളെ നമ്മൾ ജില്ലയിൽ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ക്യാൻസറിൻ്റെ ചികിത്സാ ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷങ്ങളാണ്, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ആവറേജ് 5 ലക്ഷം വെച്ച് കണക്ക് കൂട്ടിയാൽ തന്നെ 30 കോടി രൂപ നമുക്ക് ജില്ലയിൽ നമുക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പദ്ധതികൾ.
പക്ഷേ ഈ 2 ക്യാമ്പിലും നമുക്ക് വന്നൊരു പ്രശ്നം, രജിസ്റ്റർ ചെയ്ത ആളുകൾ ക്യാമ്പിലേക്ക് മുഴുവൻ ആൾക്കാർ എത്തുന്നില്ല. അതുപോലെ ക്യാമ്പിൽ വന്നിട്ട് ഡോക്ടർ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മാറിലൊരു മുഴയുണ്ട്, മാമോഗ്രാമിന് ഡോക്ടർ എഴുതുകയാണ്. അപ്പോൾ മാമോഗ്രാമിന് എഴുതണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടോ എന്ന് കണ്ടെത്താനാണ്, പേടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകാത്ത ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചാൽ ഇപ്രാവശ്യം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് കുടുംബശ്രീ ആയിട്ട് ടൈപ്പ് ആവുകയും ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ക്യാമ്പയിൻ മോഡലിൽ കുടുംബശ്രീ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പാർല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത മണി, വാർഡ് മെമ്പർമാരായ മിനിയുൻ വിനിയൻ, ഡാലി ബിനോയ്, രജനി ഹരികരൻ, പാർലം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശ തെരേസ് എന്നിവർ സംസാരിച്ചു. കരാർ കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി ശരിയല്ലെന്നും കോഴ വാങ്ങി അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃപ്രയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. ദിവസം നമ്മൾ പിന്നിടുമ്പോൾ ആ 60 ദിവസത്തെയും പഞ്ചായത്തിന് ലഭിക്കേണ്ട പരസ്യ വരുമാനം ഇപ്പോഴും പഞ്ചായത്തിന് കിട്ടാതെ ഇതിന്റെ കരാറുകാരൻ തന്നെ കൈവശം വെക്കുകയാണ്, അതല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോവുകയാണ്. പഞ്ചായത്തിന്റെ ആസ്തിയായി തൃപ്രയാറിലെ ട്രാഫിക് സിഗ്നൽ മാറി. അന്ന് മുതൽ പരസ്യ വരുമാനം ലഭിക്കേണ്ടത് പഞ്ചായത്തിനാണ്. ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി ട്രാഫിക് സിഗ്നൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് ട്രാഫിക് സിഗ്നലിൽ നിന്നും വരുമാനമെന്ന് പ്രചരിപ്പിച്ചവർ ഏറ്റെടുത്ത് നാട്ടികയിലെ UDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നിരന്തരമായ സമരം നടത്തിയവർ, കരാറ് കഴിഞ്ഞിട്ടും കരാറുകാരനുമായി ഒത്തുകളിച്ച് കരാർ പൂഴ്ത്തിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് 2 മാസം കൊണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ പൊതുപണം നഷ്ടമായിരിക്കുന്നത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, PK നന്ദനൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മത്സ്യത്തൊഴിലാളി നിയോജക മണ്ഡലം പ്രസിഡന്റ് PC ജയപാലൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, റഹന ബിനീഷ്, ഹരിലാൽ AB, ബിന്ദു പ്രദീപ്, KB സുകുമാരൻ എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തിഭവൻ ഏർലി മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ എന്നിവ നേരത്തെ കണ്ടെത്തുന്നതിനും തക്ക സമയത്ത് ചികിത്സ ഉറപ്പാക്കുന്നതിനുമായാണ് ശാന്തിഭവൻ ഹെൽത്ത് കാരവാൻ സൗജന്യ വൈദ്യപരിശോധനാ സംവിധാനം രൂപീകരിച്ചത്. പഞ്ചായത്തുകൾ തോറും നിശ്ചിത ദിവസങ്ങളിൽ എല്ലാ മാസവും ഹെൽത്ത് കാരവാനിലൂടെ സൗജന്യ വൈദ്യപരിശോധന ലഭ്യമാക്കും. സൗജന്യ ഡോക്ടേഴ്സ് OP, സൗജന്യ ഡെന്റൽ OP, സൗജന്യ ഡെന്റൽ ഡിജിറ്റൽ എക്സ്റേ, 30 സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയെല്ലാം ഹെൽത്ത് കാരവാനിലൂടെ ലഭ്യമാണ്. കൂടാതെ നോൺ പ്രോഫിറ്റ് ഫാർമസി, ലാബ് എന്നിവയുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാണ്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വവും അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് താന്യം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു.
നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർക്ക് എസ്കോർട്ടും സുരക്ഷയും ഒരുക്കി പോലീസ് മുന്നോട്ടു പോകുമ്പോൾ ശബരിമലയിൽ ആവശ്യത്തിന് പോലീസിന്റെ സേവനം ലഭ്യമാക്കാത്തതും ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയുമാണ്. ഇതിനുടനെ ഒരു പരിഹാരം കാണണമെന്നും തീർത്ഥാടകരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KN വേണുഗോപാൽ, VK സുശീലൻ, MP സജീവ്, ബഷീർ EM, ഹബീബുള്ള, രാജൻ CR വിനയൻ, KT രാമൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ കിഴക്കേനടയിൽ നിന്നും സരയൂ തീരത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് ബെന്നി തട്ടിൽ, നിസാർ കുമ്മങ്കണ്ടത്ത്, T ഷറൂഖ്, ശിവജി കേപ്പുള്ളി, നിസാർ കുമ്മങ്കണ്ടത്ത്, വിനോഷ് വടക്കേടത്ത്, ഷാഹിർ വലികത്ത് എന്നിവർ നേതൃത്വം നൽകി. മന്ത്രി K രാധാകൃഷ്ണന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മന്ത്രിയുടെ തൃശൂർ ചേലക്കരയിലെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷം നടന്നത്. ശബരിമല തീർത്ഥാടകർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ച് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM അനീഷ് അധ്യക്ഷത വഹിച്ചു. വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസങ്ങളായി ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്ന ആളുകളാണ്. നമുക്കറിയാം, ഇതിന് മുന്നേയുള്ള കാലങ്ങളിൽ 1,40,000 വരെ ആളുകൾ കയറിയ ശബരിമലയിൽ ഈ സർക്കാർ കയറാൻ തീരുമാനിച്ചത് 90,000, കയറുന്നത് 89,000, 88,000 പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ ആളുകളെ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണെന്നല്ലേ പരിശോധിക്കേണ്ടത്. ഇരിങ്ങാലക്കുട ഗ്രില്ലിനുള്ളിൽ തലകുടുങ്ങിയ കുട്ടിയെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. നടവരമ്പ് സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ 3 വയസ്സുള്ള ബുദ്ധദേവ് കൃഷ്ണ എന്ന കുട്ടിയുടെ തലയാണ് ഗ്രില്ലിനുള്ളിൽ കുടുങ്ങിയത്. ഇരിങ്ങാലക്കുട ഠാണാവിൽ KVM മാർക്കറ്റ് എന്ന ബിൽഡിംഗിന്റെ 2ാം നിലയിലാണ് അപകടം നടന്നത്. നടവരമ്പ് സ്വദേശി പാറപ്പുറത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ 3 വയസ്സുള്ള ബുദ്ധദേവ് കൃഷ്ണ എന്ന കുട്ടിയുടെ തലയാണ് ഗ്രില്ലിനുള്ളിൽ കുടുങ്ങിയത്. കുട്ടിയെ രക്ഷിക്കാൻ ബന്ധുക്കളും വ്യാപാരികളും ഏറെ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട അഗ്നിരക്ഷാസേനയെ അറിയിക്കുകയായിരുന്നു. പിന്നീട് സേന സ്ഥലത്തെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഗ്രിൽ അറുത്തുമാറ്റി കുട്ടിയെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ CK ബൈജു, ഉദ്യോഗസ്ഥരായ KC സജീവ്, സന്ദീപ്, ഉല്ലാസ്, ഉണ്ണികൃഷ്ണൻ, ഗോകുൽ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. റിട്ടയർഡ് വനവകുപ്പ് ഉദ്യോഗസ്ഥന്റെ മരണം കൊലപാതകം. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ചയാണ് ചാലക്കുടി ആനമല ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കല്ലേറ്റുംകര സ്വദേശി സെയ്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ തലയിൽ കല്ലുപോലുള്ള എന്തോ കൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിച്ചതും ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളിയായ ബാറുൽ ഇസ്ലാമാണ് സെയ്ദുവിനെ അവസാനമായി ഫോണിൽ വിളിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കാരണം. കുന്നംകുളം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണുത്തി മുക്കാട്ടുകര സ്വദേശി കണ്ടത്ത് വീട്ടിൽ രാമൻകുട്ടിയുടെ മകൻ 40 വയസ്സുള്ള രാമചന്ദ്രനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലുള്ള ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഓഫീസിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തി കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ വിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം കെട്ടഴിച്ചു. തുടർന്ന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഗുരുവായൂരിലെ ജീവനക്കാരനായ യുവാവ് കഴിഞ്ഞ 3 മാസം മുൻപാണ് കുന്നംകുളത്തേക്ക് സ്ഥലം മാറിയെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും.
കുന്നംകുളം അഞ്ഞൂർ കമ്പനിപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം കീഴൂർ സ്വദേശി സുബിൻ രാജിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കേക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന് മുകളിലേക്കും റോഡിലേക്കും തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികന് കാലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം കുറുക്കൻപാറ തോലത്ത് വീട്ടിൽ 60 വയസ്സുള്ള ജെയ്സൺ, ഭാര്യ 55 വയസ്സുള്ള ഷൈനി എന്നിവർക്കും ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശി ഏറത്ത് വീട്ടിൽ 18 വയസ്സുള്ള യദുവിനുമാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടെ കുന്നംകുളം കുറുക്കൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ദമ്പതികൾ റോഡ് മുറിഞ്ഞു കടക്കുന്നതിനിടെ കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് ഇരുവരെയും ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ ദമ്പതികളെ നാട്ടുകാരുടെ നേതൃത്വത്തിലും ബൈക്ക് യാത്രികനെ കുന്നംകുളം ആക്സ് ആംബുലൻസ് പ്രവർത്തകരും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രികന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. മേഖലയിലെ വെളിച്ചക്കുറവാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട വിവരമറിഞ്ഞ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5765 രൂപ, പവന് 46,120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്യാൻസർ എന്ന മഹാരോഗത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നതിനും വേണ്ടി തൃശൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കിയ ക്യാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പാർലം പഞ്ചായത്തിൽ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ട്രാഫിക് സിഗ്നൽ ഏറ്റെടുക്കാത്ത പഞ്ചായത്ത് നടപടി ശരിയല്ലെന്നും കോഴ വാങ്ങി അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൃപ്രയാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. പാറളം പഞ്ചായത്തും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി ചേർന്ന് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാന്തിഭവൻ ഏർലി മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷൻ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ എന്നിവ നേരത്തെ കണ്ടെത്തുന്നതിനും തക്ക സമയത്ത് ചികിത്സ ഉറപ്പാക്കുന്നതിനുമായാണ് ശാന്തിഭവൻ ഹെൽത്ത് കാരവാൻ സൗജന്യ വൈദ്യപരിശോധനാ സംവിധാനം രൂപീകരിച്ചത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വവും അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് താന്യം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.